ശ്രീ അജിത് കുമാർ, വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന താരം ക്രൂഷ്യൽ മാച്ചസിൽ വളരെ ഫ്രീ ആയി കളിക്കുന്ന, അഗ്രഷനോടുകൂടി അനായാസം കളിക്കുന്ന ഒരാളാണ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ഫോം ഔട്ടാണോ എന്നൊക്കെ സംശയങ്ങൾ മുന്നോട്ട് വന്നിരുന്നു ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ്. പക്ഷെ അതിനുശേഷം കളിക്കേണ്ട സമയങ്ങളിൽ കൃത്യമായി കളിച്ച് ടീമിനെ വിജയത്തിൽ എത്തിച്ചു മടങ്ങി ആ താരം. നോക്കൂ, ഇന്ന് അതുപോലൊരു ക്രൂഷ്യൽ മാച്ച്, സമ്മർദ്ദങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള കളി. ഈ സമ്മർദ്ദം കൂടുമ്പോൾ അതിനനുസരിച്ച് ഫ്രീ ആകുന്ന വിരാട് കോഹ്ലി, ഇന്ന് പരിക്കുണ്ടെന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്ത് പരിക്കുണ്ടെങ്കിലും കളിപ്പിച്ചേ മതിയാകൂ എന്നൊരവസ്ഥയാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയെ. കാരണം നിർണായക ഫൈനലാണ്. ഈ ഏകദിന കിരീടങ്ങളുടെ അറുതി വരുത്തേണ്ടത് രോഹിത്തിനും കോഹ്ലിക്കുമൊക്കെ അത്യാവശ്യവുമാണ്. മാത്രമല്ല, വിരമിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ജയിച്ചു മതിയാക്കാനാകും രണ്ടുപേരും തീരുമാനിക്കുക. അതായത് വിരാട് കോഹ്ലി എന്ന താരം, അതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടിയാൽ എന്ത്? ഈ ടൂർണമെന്റ് ഏറ്റവും നന്നായിട്ട് കളിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം ഇപ്പം ആഗ്രിഗേറ്റ് തന്നെ ഇന്ത്യയുടെ ഇപ്പൊ ടോപ്പായിട്ട് നിൽക്കുന്നതും വിരാട് തന്നെയാണ്. 217 റൺസ് ഒന്നുമായി ഇപ്പൊ തന്നെ, ഒരു സെഞ്ചുറിയും ഒരു 84 എടുത്തോടെ. ന്യൂസിലൻഡായിട്ട് മാത്രമേ ഒരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു താരം ഇന്ന് വളരെ ക്രൂഷ്യലാണ്, യാതൊരു സംശയം. ചേസ് ചെയ്താലും ശരി, ആദ്യം ബാറ്റ് ചെയ്താലും ശരി. കാരണം ആദ്യം ബാറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഹൈ സ്കോർ എയിം ചെയ്യണമെങ്കിൽ വിരാട്ടിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പൊ പ്രത്യേക താങ്കൾ പറഞ്ഞത് ചേസ് മാസ്റ്റർ ആണ്. ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പുറത്തേക്ക് വരികയായിരുന്നു. ഇന്ന് ചേസ് ചെയ്യാനുള്ള ഒരു റിസ്ക് എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇന്ന് ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് റിസ്കിയാണ്, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ടോസ് വിൻ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ന്യൂസിലൻഡ് ആദ്യം ബാറ്റ് ചെയ്യുന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അന്ന് പിന്നെ നമ്മൾ ചേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ചേസ് ചെയ്താലും ശരി, ആദ്യം ബാറ്റ് ചെയ്താലും ശരി, വിരാട്ടിന്റെ പ്രസൻസ് വളരെ ക്രൂഷ്യലാണ്, പ്രത്യേകിച്ച് ഈ ഫൈനൽസ്. കാരണം അത് വീണ്ടും ഫോം തിരിച്ചു വന്നിരിക്കുന്നു. കാരണം തീരെ കംപ്ലീറ്റ് ഫോം ഔട്ട് ആയിരുന്ന ആളെ ഇംഗ്ലണ്ട് ആയിട്ടുള്ള ഒരു 50യോടെ ഒരു തിരിച്ചു വന്നു. ദുബായിൽ എന്നും വിരാട് നന്നായിട്ട് കളിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ വിക്കറ്റ് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള വിക്കറ്റാണ്. അദ്ദേഹം നന്നായിട്ട് കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഫോം തിരിച്ചു കിട്ടി. പാകിസ്ഥാനായിട്ട് നല്ലൊരു സെഞ്ചുറി, ഓസ്ട്രേലിയ ആയിട്ട് ക്രൂഷ്യൽ സെമി ഫൈനൽസിലെ ഒരു 84. അപ്പൊ ഈ രണ്ട് ഇന്നിങ്സിലൂടെ ഒന്ന് തീർച്ചയാണ്, വിരാട് വീണ്ടും പഴയ വിരാട്ടായി മാറിയിട്ടുണ്ട്. 51 സെഞ്ചുറി തെണ്ടുൽക്കറിനെക്കാളും മുമ്പോട്ട് പോയി. 50s 74 50s ആയി. അപ്പൊ അതും തെണ്ടുൽക്കറിന് 96 50s ആണ്. 96 എത്തിയില്ലെങ്കിലും നല്ലൊരു റെക്കോർഡ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ റെക്കോർഡ്സ് ഒക്കെ മാറുന്നാലും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുക. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്താൽ ഇന്ത്യ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇന്നത്തെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിയെ പറ്റി ഇപ്പം കൃഷ്ണാജി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം ഇത്രയും ദിവസം കുറെ നേരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിരാട്ടിന്റെ ഇഞ്ചുറിയെ പറ്റി ഒന്നും ഒരിടത്തും കണ്ടില്ല. പക്ഷെ ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഒരു പ്രശ്നമാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തെ പോലെ ഇത്രയും സൂപ്പർബ്ലി ഫിറ്റ് ആയിട്ടൊരു വ്യക്തി ഇൻജോർഡ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇഞ്ചുറി ആണെങ്കിൽ അത് വളരെ മൈനർ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇത് കളിച്ചേ പറ്റൂ, അത്യാവശ്യമാണ്. അതായത് ഇന്നലെ കാലിൽ പന്ത് കൊണ്ട് പ്രാക്ടീസ് മുഴുമിക്കാനായില്ല എന്നതാണ് വാർത്ത. പക്ഷേ വിരാടല്ലേ, സർവ്വശക്തിയും എടുത്ത് തിരിച്ചു വരാൻ കെൽപ്പുള്ള താരമാണ്. സ്വാഭാവികമായി കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒറ്റ ചോദ്യം കൂടി ശ്രീ അജിത് കുമാർ, ഈ KL രാഹുൽ എന്ന താരം ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് വരെ എന്തിന് KL രാഹുലിനെ ഇങ്ങനെ അവസരങ്ങൾ കൊടുത്ത് കളിപ്പിക്കണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തിനോ വേണ്ടി ഒളിപ്പിച്ച് കളിപ്പിക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ നന്നായി കളിച്ചു. മാത്രമല്ല, ഒരുപക്ഷെ നമ്മളേവരെയും അങ്ങനെ പരിഹസിച്ചവരെ, വിമർശിച്ചവരെയൊക്കെ തിരുത്തി പറഞ്ഞ ഒരു ഇന്നിങ്സ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. എത്ര ഗംഭീരമായി ആങ്കർ ചെയ്ത് ആ കളി കൊണ്ടുപോയി അവസാനം അനായാസം ജയിപ്പിച്ചു. എനിക്കതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത്, വിരാട് കോഹ്ലി സെഞ്ചുറിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സമ്മർദ്ദത്തിൽ വിടാതെ വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിരാട് കോഹ്ലി ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് പുറത്തായി പോകുമ്പോൾ രാഹുൽ അത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വിരാട് എന്ന അർത്ഥത്തിൽ. അപ്പോൾ രാഹുലിന്റെ മിഡിൽ ഓർഡറിലെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാ മത്സരങ്ങളും രാഹുൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു മത്സരം വന്നപ്പോ തന്നെ ഒരു സമ്മർദ്ദത്തിലില്ലെങ്കിൽ രാഹുൽ അത്രയും സീരിയസ് ആയിട്ട് കളിക്കാറില്ല എന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കീപ്പിങ്ങിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്രയും കീപ്പർ നമുക്ക് കിട്ടുന്നു.
കാരണം ഇങ്ങനെ ഒരു ന്യൂസിലൻഡിന്റെ ലാറ്റർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയതുകൊണ്ടാണ് അവർക്ക് ഒരു അഡീഷണൽ ബാറ്റ്സ്മാനെ അവർക്ക് എടുക്കാൻ പറ്റുന്നു. ആ ഒരു ലക്ഷറി ഇന്ത്യക്കുണ്ട്. ഇപ്പം ഋഷഭും അതുപോലെ തന്നെ ഒരു പ്ലെയർ ആണ്, അദ്ദേഹം ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഈ ടൂർണമെന്റിൽ രാഹുൽ അദ്ദേഹത്തിന്റെ കീപ്പിങ്ങിന്റെ മികവും കൂടി കാണിച്ചിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും ഞാനൊരു കീപ്പർ കളിക്കണമെന്നില്ല. ലോകകപ്പിന് അദ്ദേഹം കീപ്പ് ചെയ്തു, വളരെ നന്നായിട്ട് കീപ്പ് ചെയ്തു. അപ്പൊ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ രാഹുൽ ഗംഭീരമായിട്ട് കളിക്കും. പക്ഷെ കഷ്ടം എന്താണ്, രാഹുലിന് വളരെയധികം കോമ്പറ്റീഷനാണ് ആ സ്പോട്ടിന്. സർഫറാസ് ഖാൻ അന്ന് 150 എടുത്തപ്പം രണ്ടാമത്തെ ടെസ്റ്റ് രാഹുലിനെ മാറ്റി സർഫറാസ് ഖാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അങ്ങനത്തെ ചില പ്രശ്നങ്ങളാണ്. രാഹുലിന് എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു മോശം പെർഫോമൻസ് ഉണ്ട്, മോശം നില 20 റണ്ണിനേക്കാളും കുറവാണെങ്കിൽ ഉടനെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്ലെയറാണ് രാഹുൽ. അദ്ദേഹത്തിന് ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് എടുത്താൽ സംശയിക്കേണ്ട അദ്ദേഹം ഒരു വലിയ മുതൽക്കൂട്ടാണ്. മാത്രമല്ല ഒരു ക്രിക്കറ്റിംഗ് ബ്രെയിനാണ്. അദ്ദേഹമാണ് ശരിക്കും ക്യാപ്റ്റൻ ആവേണ്ടത് രോഹിത്തിന് ശേഷം. ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റൻ ആവുന്നത് KL രാഹുലാണ്. കാരണം അത്രയും നല്ല ക്രിക്കറ്റിംഗ് ബ്രെയിനാണ് രാഹുലിന്റെ. പക്ഷെ ടീമിൽ ഒരു സ്ഥിരമായ സ്പോട്ട് ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ രാഹുലിനുള്ളൂ. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ആ പെർഫോമൻസ് നമ്മൾ ഈ ലോകത്തിൽ കണ്ടതുമാണ്. അദ്ദേഹം ഒരു ശരിക്കൊരു മുതൽക്കൂട്ടാണ്. എനിക്ക് ആ കാര്യത്തിൽ ഗൗതം ഗംഭീറിനെ 100% ശ്ലാഘിച്ചേ പറ്റൂ. അദ്ദേഹം രാഹുലിനെ ഋഷഭിനേക്കാളും പ്രിഫർ ചെയ്തത് പലപ്പോഴും കോമന്ററി ടീം എപ്പോഴും ഇൻസൈഡ് എന്നിട്ട് എപ്പോഴും ഋഷഭിനെ ഈ TV-കാർ കാണിക്കുമ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് രവിശാസ്ത്രി പറഞ്ഞ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഋഷഭിനെ എടുക്കുന്നില്ല എന്ന്. പക്ഷെ ഋഷഭിന് ഇപ്പോഴത്തെ ഈ ടൂർണമെന്റിൽ തീർച്ചയായിട്ടും രാഹുലിന്റെ പെർഫോമൻസ് ഹാസ് ബീൻ ഔട്ട്സ്റ്റാൻഡിങ്. അദ്ദേഹം തന്നെ ഈ ODI-യില് വിക്കറ്റ് കീപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എന്റെ പേര്. ടെസ്റ്റിനാണെങ്കിൽ അത് ഋഷഭാണ് ബെസ്റ്റ്. ടെസ്റ്റിന് ഋഷഭ് പന്ത് തന്നെ വേണം. എന്നാൽ ODI-ക്ക് രാഹുലാണ് ബെസ്റ്റ്.